ദൈവസാന്നിധ്യവും സന്തോഷവും സ്നേഹവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഈ നല്ല സമയം സ്വർഗത്തിലെ അപ്പൻ അത് നമ്മുടെ മധ്യത്തിലേക്ക് വിളമ്പി തന്നിരിക്കുകയാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഒരു ആത്മാവിൻ്റെ നിറവോടുകൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഞാൻ ഇരിക്കുന്ന ഈ റൂമിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, കർത്താവിൻ്റെ ദൂതന്മാരുണ്ട്. ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിനകത്ത്. ആ പ്രസൻസിനകത്താണ് ഞാനിരിക്കുന്നത്. ഈ പ്രസൻസ് അധികം വൈകാതെ നിങ്ങളിരിക്കുന്നിടത്തേക്ക് വരും. അതിന് ഞാനിവിടെ ഒച്ചയിട്ട് പ്രസംഗിക്കേണ്ട, ഞാനിവിടെ തീ വരുന്നു എന്ന് പറയണ്ട. കേട്ടോണ്ടിരിക്കുന്നവൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഡെലിവറൻസുകൾ നടക്കും. കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഡെലിവറൻസ് നടക്കും. അതുകൊണ്ട് ഞാൻ മുഖവുരയ്ക്ക് വേണ്ടി സമയമേ എടുക്കുന്നില്ല. എങ്ങനെ ആത്മാവ് നയിക്കുന്ന ആ രീതിയിൽ പോവും, എങ്ങനെ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കാൻ പറയുന്ന ആ രീതിയിൽ പോവും. എല്ലാ ദിവസവും മുഖവുരകൾ ഞാൻ പറയാറുണ്ട്, എന്നാൽ ഇന്ന് അതിനൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. കാരണം പ്രസൻസ് ഇങ്ങനെ മൂടുവാണ്, ഇതിനകത്ത് ദൈവസാന്നിധ്യം മൂടുവാണ്. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തലയുടെ ലെഫ്റ്റ് സൈഡിൽ എന്തോ ഇങ്ങനെ അമർത്തുന്നത് പോലത്തെ നിലയിലുള്ളൊരു പെയിൻ, നിങ്ങൾക്ക് ശരിക്ക് കണ്ണു തുറന്ന് സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റാത്ത പോലെ. നമുക്ക് തലവേദന എന്നതിനെ പറയാം, പക്ഷേ ഈ ഒരു ഭാഗം മാത്രമായിട്ട് പെയിൻ അനുഭവിക്കുന്ന വ്യക്തികളെ ഈ ടൈമിൽ കർത്താവ് ഹീൽ ചെയ്യുകയാണ്. ഈ തലവേദന പോലെ തന്നെ നിങ്ങളുടെ കണ്ണിനും ആ ഒരു അസ്വസ്ഥതയുണ്ട്. നിങ്ങൾക്ക് ശരിക്ക് ഒന്ന് കണ്ണ് തുറന്ന് ഈ മീറ്റിങ്ങിൽ നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡിവൈസിലേക്ക് നോക്കാൻ പറ്റാത്ത പോലെ തലവേദനയാലോ കണ്ണുവേദനയാലോ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ മീറ്റിംഗ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്താൽ നീ സൗഖ്യമാകുകയാണ്. അകാരണമായ ശരീരത്തിൻ്റെ ക്ഷീണം, അകാരണമായി ഇങ്ങനെ തളർന്ന് നമ്മളിങ്ങനെ ചേറിയിരിക്കുന്നെങ്കിൽ ഇങ്ങനെ തളർന്നു പോകുന്ന പോലത്തെ ശരീരത്തിൻ്റെ ക്ഷീണം നിന്നെ ഇങ്ങനെ താഴേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ, അങ്ങനെ ഒരവസ്ഥയിൽ എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യമാകുന്ന ടൈമായത്. യേശുവിൻ്റെ അടിപ്പിണറുകളാൽ ബി ഹീൽ നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കാരണം എൻ്റെ അപ്പായുടെ ഭുജം ഇതിൻ്റെ മധ്യത്തിൽ നീണ്ടു നിൽക്കുന്നൊരു സമയം. മീറ്റിങ്ങിൻ്റെ അവസാനമല്ല കേട്ടോ, മീറ്റിങ്ങിൻ്റെ അവസാനമല്ല. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുന്നേ ആ കരം ഇതിനകത്ത് നീട്ടിയിട്ടു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ തലക്കെട്ട് കൊടുത്തപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൈ ഇതിനകത്ത് തുറന്ന് നിൽക്കുക. അത് ഇങ്ങനെയുള്ളവരെ താങ്ങാൻ, ഇങ്ങനെയുള്ളവരെ സൗഖ്യമാക്കാൻ, ഇങ്ങനെയുള്ളവരെ വിടുവിക്കാൻ യേശു ഇറങ്ങി നിൽക്കുന്നൊരു ടൈമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭുജം ഉള്ളിടത്ത് ആ ഭുജത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ധൈര്യമുണ്ട്. ദൈവത്തിൻ്റെ ഭുജമുള്ളിടത്ത് ആ ഭുജത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ധൈര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ എൻ്റെ അപ്പായുടെ ഭുജം നീണ്ടു തന്നെ നിൽക്കുന്നുണ്ട്. ഇന്ന് ഈ മീറ്റിങ്ങിൽ നിന്ന് ആശീർവാദം പറഞ്ഞ് ഇറങ്ങുന്നതിന് മുൻപേ ആ കൈ എൻ്റെ ശിരസിന്മേൽ വെച്ച് ഒരു സ്പെഷ്യൽ ഇമ്പാർട്ടേഷൻ പരിശുദ്ധാത്മാവ് എനിക്ക് തരും. ഹോളി സ്പിരിറ്റേ, ആ നീണ്ടു നിൽക്കുന്ന ഭുജം ഞാൻ നിങ്ങളെ ശുശ്രൂഷിച്ച് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആശീർവാദം പറഞ്ഞ് ഞാൻ ഇറങ്ങുന്നതിന് മുൻപേ ആ ഭുജം എൻ്റെ മേൽ വെച്ച് ഒരു സ്പെഷ്യൽ ഇമ്പാർട്ടേഷൻ എനിക്ക് തരും. ഹല്ലേലൂയ. ഈ വാക്കിന് ആമേൻ പറയാൻ പറ്റുന്നവർ മാത്രം. നിങ്ങൾക്കും അതങ്ങനെ വിശ്വസിക്കാം, നിങ്ങൾക്കും അതങ്ങനെ ചിന്തിക്കാം, നിങ്ങൾക്കും അതങ്ങനെ സ്വീകരിക്കാം. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ചില സെക്കൻഡുകൾ അന്യഭാഷകളിലൊന്ന് പ്രാർത്ഥിച്ച് അപ്പായിക്ക് നന്ദി പറഞ്ഞ ഭുജം നമ്മുടെ മുമ്പിൽ നീട്ടി എന്ന ഒരു സന്ദേശം തന്നതിന് മാത്രം നിങ്ങൾ നന്ദി പറഞ്ഞാൽ മതി. അപ്പാ താങ്ക് യു ലോർഡ്, താങ്ക് യു Jesus. Hey dunia hoseni hati akadudi ahasikan bazu enatu hina ula hatini paraha agego shahidunil kamenesidiria. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരും യൂട്യൂബിൽ കമൻ്റ് ഇടുന്നുണ്ട്, ഞാൻ ആ അവസ്ഥയിലാണ്, ഞാൻ ആ വേദനയാൽ ഭാരപ്പെടുന്നു, ഇങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്.
നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. യേശു നിങ്ങളെ ഹീൽ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, രോഗസൗഖ്യം തീർന്നു പോയിട്ടില്ല. കർത്താവ് ആമേൻ ആമേൻ അതൊന്നും പിൻവലിച്ചിട്ടില്ല. വിശ്വസിക്കുന്നവർ ഈ സമയം സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായി സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഈ സ്പോട്ടിൽ സൗഖ്യം നടക്കുന്നവർ ഒന്ന് കമൻ്റ് ഇടുന്നത് വളരെ സന്തോഷമായിരിക്കും. ഈ സ്പോട്ടിൽ ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വാക്ക് അങ്ങനെ തന്നെ അവിടെ സംഭവിച്ചു കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ഹീലായി കഴിഞ്ഞു. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കമൻ്റ് ഇട്ടേക്കുക. ഞാൻ സൗഖ്യമായി, എന്നെ കർത്താവ് തൊട്ടു, ഞാനത് അനുഭവിച്ചു. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ഇട്ടേക്കുക. യേശു നിന്നെ തൊട്ട്. ഈ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ആ വേർഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഒരു വശത്തു നിന്ന് അത് ആരംഭിച്ചു കഴിഞ്ഞു. ഓരോരുത്തരെയായിട്ട് വിശ്വസിക്കുന്ന ഓരോരുത്തരെയായിട്ട് കർത്താവ് തൊട്ടിട്ടുണ്ട്. നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തരായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആ വേർഡ് ഇതിൽ ഡിക്ലെയർ ചെയ്യുന്നു. എൻ്റെ മേൽ കർത്താവ് തന്നിട്ടുള്ള പ്രവചനാധികാരത്തിലും രോഗ സൗഖ്യത്തിൻ്റെ അഭിഷേകത്തിലും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ വേർഡ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ നാമമഹത്വത്തിനായി ഇപ്പോൾ ഹീലാകട്ടെ. In the mighty name of Jesus. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി വേഗത്തിൽ നമുക്കെടുക്കാം. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം, അതിൻ്റെ 26ഉം 27ഉം വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം, അതിൻ്റെ 26ഉം 27ഉം വാക്യങ്ങൾ എടുത്ത ആർക്കെങ്കിലും ശബ്ദമുയർത്തി വ്യക്തമായി വായിക്കാം. ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരുഷനായ ദൈവം നിന്റെ സങ്കേതം, പുരാതനമായ ദൈവം നിന്റെ സങ്കേതം. കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കാം. ആമേൻ. യെശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് വേർഡ് വായിച്ചപ്പോൾ എൻ്റെ ശരീരമൊക്കെ എന്തോ പോലെ ഭയങ്കര ആ ദൈവസാന്നിധ്യം കൊണ്ട് എന്നെ കർത്താവ് പൊതിയുക. ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇന്ന് എന്തോ കർത്താവ് ചെയ്യും കേട്ടോ. എന്തോ ഒരു സ്പെഷ്യലായിട്ട് ഇതിനകത്ത് കർത്താവ് ചെയ്യും. ഞാനത് വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. യേശുവിൻ്റെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവം ഇല്ല. യേശുവിൻ്റെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവം ഇല്ല. രക്ഷയ്ക്കായിട്ട് പല നാമങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വിടുതലിനായി പല വഴികൾ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഒരു മാറ്റത്തിനു വേണ്ടി നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ദൈവം ഒന്നേ ഉള്ളൂ. ദൈവം ഏകനാണ്. ബൈബിൾ അതിനെ രൂബേന്റെ ദൈവം എന്ന് പറയുന്നു, യെശൂരുവിന്റെ ദൈവം എന്ന് പറയുന്നു, നെബൂലുവിന്റെ ദൈവം എന്ന് പറയുന്നു, ഗാദിന്റെ ദൈവം എന്ന് പറയുന്നു, യോസേഫിന്റെ ദൈവം എന്ന് പറയും. ഇതെല്ലാം ഇവരുടെയൊക്കെ ദൈവങ്ങളാണ്, ഇവരുടെയൊക്കെ ദൈവം. മോശ ഗോത്രങ്ങളെ കൈ ഉയർത്തി അനുഗ്രഹിച്ചിരുന്നു. 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ 1-ാമത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ മോശെ എല്ലാ ഇസ്രായേലിനെയും
അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാം. ഓരോരോ ഗോത്രമായി ചൊല്ലി അനുഗ്രഹിക്കുന്നത് നമുക്ക് 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം. രൂബേന്റെ ഗോത്രത്തെ അനുഗ്രഹിക്കുന്നു, ലേവിയുടെ ഗോത്രത്തെ അനുഗ്രഹിക്കുന്നു, ബെന്യാമീന്റെ ഗോത്രത്തെ അനുഗ്രഹിക്കുന്നു, യോസെഫിനെ അനുഗ്രഹിക്കുന്നു, സെബൂലൂനെ അനുഗ്രഹിക്കുന്നു, ഗാദിനെ അനുഗ്രഹിക്കുന്നു, ദാനിനെ അനുഗ്രഹിക്കുന്നു, നഫ്താലി അനുഗ്രഹിക്കുന്നു, ആശേറിനെ അനുഗ്രഹിക്കുന്നു, എല്ലാ ഇസ്രായേലിനെയും അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനകത്തുനിന്ന് ഒരു പദമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. യെശൂരൂന്റെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവം ഇല്ല. ഞാൻ ഇന്ന് താങ്കളോടും പറയുന്നു, ഈ പാസ്റ്റർക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ ദൈവങ്ങളില്ല, ഒരേ ഒരു ദൈവം, ഏക സത്യ ദൈവം. ഈ വചനം നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹീതനായ ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തെക്കുറിച്ചേ ഞാൻ ഇന്ന് പ്രസംഗിക്കത്തുള്ളൂ, പറയത്തുള്ളൂ. ആ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കൊരനുഭവം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മാന്യ കൂടപ്പിറപ്പേ. നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചാലും വേണ്ടുകയില്ല, വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ മീറ്റിങ്ങിനകത്ത് നിന്നുകൊണ്ട് അനുഭവിക്കുന്ന ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കണമെന്നുള്ളതുകൊണ്ട് മാത്രം സംസാരിക്കുന്നതാ. പക്ഷെ വെറുതെ നിന്നാ പോലും, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നിന്നാ പോലും ഇന്ന് ചരിത്രം തിരിയുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്നത്തെ ദിവസം ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്തോണ്ടാ പറയുന്നേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്തോ സംഭവിക്കുന്ന ഒരു ദിവസമാ. വെറുതെ നിന്നാ മതി, ഈ പ്രസൻസിൽ വെറുതെ നിന്നാ മതി, ഈ പ്രസൻസിൽ കണ്ണടച്ച് നിന്നാ മതി, ഈ പ്രസൻസിൽ കരഞ്ഞാ മതി, ഈ പ്രസൻസിൽ അപ്പാന്ന് വിളിച്ചാ മതി, ഈ പ്രസൻസിൽ 2 കൈയും നെഞ്ചോട് ചേർത്ത് വെച്ചാ മതി. എന്തോ ഇതിനകത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സംഭവിക്കുന്ന ദിവസം. ഹോളി സ്പിരിറ്റ്, യെശൂരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ഇത് ആരൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മോശ പറഞ്ഞ വാക്കാ. ഒരുത്തനുമില്ല. ഏയ് പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളോടാ ഈ ദൈവശബ്ദം. ഒരുത്തനുമില്ല. ഈ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ഈ ദൈവത്തെ പോലെ ഇടപെടുന്ന ഒരുത്തനുമില്ല. ഈ ദൈവത്തെ പോലെ ജീവിതത്തിനകത്തൊരു സമാധാനം നൽകുന്ന ഒരുത്തനുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരുത്തനും ഇല്ല എന്നറിഞ്ഞിട്ട് വേണം ഈ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വരാൻ. ആമേൻ. എൻ്റെ പണ്ടത്തെ സ്വഭാവമായിരുന്നു, ഈ ദൈവത്തിന്റെ ആളാവും, മറ്റു പലരുടെ ആളാവും. എന്ന് പറഞ്ഞാൽ ഇവിടം വിട്ടാൽ അവിടെ, അവിടം വിട്ടാൽ ഇവിടെ എന്നുള്ളൊരു രീതി. 2 വള്ളത്തിൽ കാല് വെക്കുന്നു. ഇതാരോടോ മോശ പറയുക. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക, എല്ലാ ഇസ്രായേലെ ഗോത്രമായി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക. ഒരു ദൂത് പറയാതെ വിടാൻ എനിക്ക് തോന്നുന്നില്ല. യെശൂരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനും ഇല്ല കേട്ടോ. അനുഗ്രഹിച്ചതിന് ശേഷം പറയുന്ന കേട്ടോ. അനുഗ്രഹിച്ചതിന് ശേഷം അത് പറഞ്ഞ എന്തിനാണെന്നറിയാവോ? ഒന്ന്, ഈ അനുഗ്രഹം ഇത്രയും ഗോത്രങ്ങളുടെ മേൽ ഇട്ടിട്ട് അവരോടും കൂടെ പറയുക, ഈ ദൈവത്തെ പോലെ വേറെ ആരും ഇല്ല കേട്ടോ ഇങ്ങനെ അനുഗ്രഹിക്കാൻ. എൻ്റെ വായി കൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ സംഭവിക്കുന്നതിന്റെ കാരണം യെശൂരൂന്റെ ദൈവത്തെ പോലെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാട്ടോ. അതിനൊരു ചരിത്രമുണ്ട്, പറയാൻ സമയമില്ല. ഹല്ലേലൂയ. വേറെ ആരുമില്ല. എനിക്കിന്ന് ഈ സന്ദേശം താങ്കളുടെ ഉള്ളിലാക്കണം. എന്താണെന്നറിയാവോ? വേറെ ആരുമില്ലാന്ന്. നിങ്ങൾ എക്സോർവായി എന്തൊരു സാഹചര്യത്തിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ചെറിയ പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവരായിക്കോട്ടെ, വലിയ പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവരായിക്കോട്ടെ, പ്രതീക്ഷയുള്ളവരായിക്കോട്ടെ, പ്രതീക്ഷയേ ഇല്ലാത്തവരായിക്കോട്ടെ, എല്ലാവരുടെയും ഉള്ളിൽ എനിക്ക് ഒന്നേ ആക്കി അടയ്ക്കാൻ ഇന്നുള്ളൂ, യെശൂരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനും ഇല്ല. ഈ വാക്ക് കേൾക്കുന്ന സാത്താന്റെ കാതു പൊട്ടിത്തെറിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യെശൂരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ഇന്ന് താങ്കൾക്ക് സമാധാനം തരാൻ മറ്റൊരുത്തനുമില്ല. ജീവിതം മാറ്റാൻ മറ്റൊരുത്തനുമില്ല. ജീവിതത്തിനകത്ത് പ്രകാശം വിതറാൻ മറ്റൊരുത്തനുമില്ല. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കയറുക. ഞാൻ ആ വേർഡ് ഇതിനകത്ത്
ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഞാൻ ആ വേർഡ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തതാ. ഞാൻ ഇട്ട ഈ വാക്കിന്റെ മുകളിൽ ഇനി പിശാചിന് നോക്കാൻ പോലും പറ്റത്തില്ല, പ്രവർത്തിക്കുകയല്ല, നോക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ആ വാക്കിനകത്ത് ഇട്ടതാ. ആജീവനാന്തകാലം എന്ന് വരെ ഈ പ്ലാറ്റ്ഫോം ഉണ്ടോ, എന്ന് വരെ ഞാനുണ്ടോ, എന്ന് വരെ ഇതിനകത്ത് ഈ മിനിസ്ട്രി ഉണ്ടോ, ആ നാൾ വരെയും ഈ വാക്ക് ഇതിനകത്ത് കിടക്കും. മറ്റൊരുത്തനുമില്ല. അവകാശം കർത്താവിന് മാത്രമേ ഉള്ളൂ. പ്രസൻസ് കർത്താവിൻ്റേത് മാത്രമേ ഉള്ളൂ. ഈ വാക്കിന് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. മറ്റൊരുത്തനുമില്ല. ഞാൻ പറയുക, എടാ ഇതാ എൻ്റെ അപ്പൻ, ഈ അപ്പനെ പോലെ വേറെ ഒരുത്തനും ഇല്ല എന്ന് ഞാൻ പറഞ്ഞ ആ വാക്കിന് പിന്നെ മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പനെ പോലെ വേറെ ആരും ഇല്ല എന്ന് തന്നെ അർത്ഥം. അപ്പന്റെ ഛായയിലുള്ളവർ കാണും, എൻ്റെ അപ്പന്റെ പേരുള്ളവർ കാണും, എൻ്റെ അപ്പന്റെ അതേ ഷേപ്പൊക്കെ ഉള്ളവർ കാണും. പക്ഷെ എൻ്റെ അപ്പനല്ല, ഇതാ എൻ്റെ അപ്പൻ. അതാ വ്യത്യാസം, അതാ പ്രത്യേകത. പറഞ്ഞിട്ടാൽ ഇട്ടത് തന്നെ. ആ ആത്മാവുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞിട്ട ഇട്ടത് തന്നെ. പറഞ്ഞോ, ഈ ദൈവത്തെ പോലെ എനിക്ക് വേറൊരു ദൈവം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന ഈ കർത്താവിനെ പോലെ വേറൊരുത്തനില്ല എന്ന് പറഞ്ഞു. കാരണം മോശ അത് പറഞ്ഞു. ഈ യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. അടുത്തത് പറയുന്ന നോക്കി, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിന്. യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല എന്ന് പറഞ്ഞ വാക്കിനകത്ത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ള കാരണം അവിടെ വിശുദ്ധ ബൈബിൾ റിവീൽ ചെയ്യുന്നു. എന്നാന്നറിയാവോ? ഭൂമിയിൽ ഇവനെ പോലെ ആരെങ്കിലും ഉണ്ടാകും, ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടാകും. പക്ഷെ ആകാശത്തിലൂടെ ട്രാക്ക് തുറക്കാൻ കഴിയുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അത് യേശുവിന്റെ ദൈവമാണ്. ഒന്നുകൂടെ, നിന്റെ സഹായത്തിനായി അവൻ, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തന്റെ മഹിമയിൽ. എന്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മഹത്വത്തിൽ വസിക്കുന്ന ദൈവം. He is living in glory. ദൈവത്തിന്റെ മഹത്വത്തിൽ വസിക്കുന്ന ദൈവം. മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് വഴി ഒരുക്കുന്നത് ഭൂമിയിലൂടെ മാത്രമല്ല എന്ന് ദയവായി തിരിച്ചറിഞ്ഞാലും. നമ്മളെല്ലാവരും ഭൂവാസികളാണ്, അല്ലേ? നമ്മളെല്ലാവരും ഭൂമിയിൽ വസിക്കുന്നവരാണ്. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ഭൂമിയിലാണ്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, നമുക്ക് വാതിൽ തുറക്കേണ്ടത് ഭൂമിയിലാണ്, വഴി തുറക്കേണ്ട ഭൂമിയിലാണ്, കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ട ഭൂമിയിലാണ്. പക്ഷെ ദൈവം അത് പ്രവർത്തിക്കുന്നത് ആകാശത്തിലൂടെയും ചെയ്യുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. മീൻസ് ഭൂമിയിൽ എവിടെ സ്ട്രഗിൾ ഉണ്ടെങ്കിലും ഉയരത്തിലേക്ക് നോക്കാനേ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ശരിയല്ലേ? നമ്മുടെ മഹത്വം ഉയരത്തിൽ നിന്ന് വരുന്നു, നമുക്ക് സഹായം ഉയരത്തിൽ നിന്ന് വരുന്നു, നമ്മൾ ഉയരത്തിലുള്ളത് പ്രാപിക്കുന്നു, ഉയരത്തിലുള്ളത് നോക്കുന്നു എന്നൊക്കെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിക്കുമ്പോൾ ഭൂമിയിൽ വഴി അടഞ്ഞാൽ ഭൂമിയിൽ നോക്കാനേ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ് അത്. നിങ്ങൾക്ക് ഭൂമിയിൽ വഴി അടഞ്ഞോ, ഭൂമിയിൽ പ്രശ്നമുണ്ടോ, ഭൂമിയിൽ പോരാട്ടമുണ്ടോ, അപ്പോഴും കർത്താവ് പറയുന്നത് നിങ്ങൾ മുകളിലേക്ക് നോക്കാൻ. നമ്മളെ കർത്താവ് ആക്കി വെച്ചേക്കുന്നത് ഭൂമിയില്ല, പക്ഷെ നോക്കാൻ പറയുന്ന മുകളിലേക്ക്. എന്തോ ഒരു സൈൻ അവിടെയുണ്ട്, എന്തോ ഒരു അടയാളം അവിടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിലേക്ക്, ആ കോണിലേക്ക് നോക്കാതെ മറുപടി വരുന്ന സ്വർഗത്തിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്ന കർത്താവ് അവിടെ ഒരു സൈൻ ഇട്ടിട്ടുണ്ട്. എന്നാന്നറിയാവോ? താങ്കൾ അനാഥനല്ലെന്നും താങ്കൾക്ക് വഴി അടഞ്ഞ അനുഭവങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും തുറന്ന ഒരു തലം സ്വർഗത്തിലുണ്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ തുറന്ന സ്വർഗത്തിലേക്ക് നോക്കാൻ നിന്റെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്ന ദൈവം ഇന്ന് ആരോടോ ദൂത് പറയുന്നു. നിങ്ങളെ ഭൂമിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന അനുഭവത്തിലാക്കിയിട്ടാലും സ്വർഗത്തിൽ ഹോൾഡുള്ള ഒരുവൻ ഇതിനകത്തുണ്ടെങ്കിൽ അവന്റെ വഴി തുറക്കുന്നത് ആകാശത്തിലൂടെയാണ്. എന്റെ ഹോൾഡ് സ്വർഗത്തിലാണ്, എന്റെ ഹോൾഡ് സ്വർഗത്തിലാണ്. യേശുവിന്റെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവം ഇല്ല, വേറെ ഒരുത്തനുമില്ല. അവൻ നിന്റെ സഹായത്തിനായി. അപ്പൊ സഹായത്തിനു വേണ്ടി ഇരിക്കുന്നവരുണ്ട്, അനുഗ്രഹത്തിന് വേണ്ടി ഇരിക്കുന്നവരുണ്ട്, മറുപടിക്ക് വേണ്ടി ഇരിക്കുന്നവരുണ്ട്, വഴി അടഞ്ഞവരുണ്ട്,
പല കൂട്ടർ ഈ ഗോത്രത്തിനകത്തുണ്ട്, ഈ കൂട്ടത്തിനകത്തുണ്ട്. അവരെ നോക്കി കർത്താവ് പറയുന്നു, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അടുത്തത് അവൻ വരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, അവൻ വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, അവിടുന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്, അവിടുന്ന് നമ്മുടെ ഇടയിലുണ്ട്, അവിടുത്തെ ഭുജം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇപ്പൊ വായിച്ച വചനത്തിനകത്തും പറയുന്നു വരുന്നു, വരുന്നു, വരുന്നു. നിങ്ങളുടെ വീട്ടിലൊരു പാസ്റ്റർക്ക് വരാൻ പറ്റത്തില്ല, പ്രശ്നമാണ്. നിങ്ങളുടെ പഞ്ചായത്തിലൊരു പാസ്റ്റർക്ക് കാലുകുത്താൻ പറ്റത്തില്ല, ഒരു മിനി കൺവെൻഷൻ നടത്താൻ പറ്റത്തില്ല, പ്രശ്നമാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരു വ്യക്തിക്ക്, ഒരു ആന്റിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രശ്നമാണ്, സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്കൊരു ചർച്ചിലേക്ക് പോകാൻ പറ്റത്തില്ല, സ്വാതന്ത്ര്യമില്ല, അവസരമില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഭൂമി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കതൊക്കെ തടസ്സങ്ങളാണ്, സാധ്യതയില്ലാത്തതും സാധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ പറ്റാത്തതുമാണ്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളുടെ ജീവിതത്തിലേക്ക് ഭൂമിയിലൂടെ മാത്രമല്ല വരുന്നത്, അവൻ ആകാശത്തിലൂടെയും വരും. കാരണം ഭക്തനെ കുറിച്ച് കർത്താവ് പറയുന്നു, അവൻ എപ്പോഴും സഹായം ആവശ്യമുള്ളൊരു വ്യക്തിയാണ്, സഹായം ആവശ്യമുള്ള വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനകത്തൊന്നും ഒരു മനുഷ്യന് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കത്തില്ല. കാരണം ഭൂമിയിൽ ഒരു നിയമം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരു നിയമം ഇടാൻ ഒരു വ്യക്തിയുണ്ട്, നിയമം ഇട്ടിട്ടുണ്ട്. നിങ്ങളെ ശാസിക്കാനോ താക്കീത് ചെയ്യാനോ നിർബന്ധിക്കാനോ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരു നിർബന്ധം ഇട്ടിട്ടുണ്ട്. പറ്റത്തില്ല, അരുത്, ചെയ്യരുത്. പക്ഷേ നിങ്ങൾ ഒരു സഹായം അഭ്യർത്ഥിക്കുന്ന വ്യക്തിയുമാണ്. പക്ഷെ കർത്താവ് വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, മേഘാരൂഢനായി അവൻ വരും. കാരണം കാണൊക്കെ വന്നാലല്ലേ പ്രശ്നമുള്ളൂ. കാണാതെ വന്ന് നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന വ്യക്തിയെക്കുറിച്ചും ബൈബിൾ പറയുന്നു, മേഘാരൂഢനായി. മേഘത്തിന്റെ അകമ്പടിയോടുകൂടെ, മേഘം കൊണ്ട് പൊതിഞ്ഞവനായി, തേജസ്സിനകത്ത് നിറഞ്ഞവനായി, സഹായിപ്പാൻ കഴിവുള്ളവൻ, സഹായം അഭ്യർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഭൂമിയിലൂടെയല്ല, താങ്കളുടെ ഇടവഴിയിലൂടെയല്ല, കൊച്ചുവഴിയിലൂടെയല്ല, ആ നഗറിലൂടെയല്ല, ആകാശത്തിലൂടെ നിന്റെ വീട്ടിൽ സഹായം എത്തണമെങ്കിൽ അവൻ ആകാശം തുറന്ന് നിന്റെ ജീവിതത്തിൽ ആ സഹായം എത്തിക്കും. സുഹൃത്തേ, അതൊരു പ്രാർത്ഥനാ സഹായമായിരിക്കാം, അതൊരു വചനമായിരിക്കാം, അതൊരു കൊറിയർ ആയിരിക്കാം, അതൊരു ബുക്കായിരിക്കാം, അതൊരു സന്ദേശമായിരിക്കാം, അതൊരു പ്രവചനമായിരിക്കാം, അതൊരു വ്യക്തിയായിരിക്കാം, അതൊരു ഗിഫ്റ്റ് ആയിരിക്കാം. നിന്റെ കയ്യിലെത്തേണ്ടത് ഭൂമിയുടെ നിയമങ്ങൾക്കനുസരിച്ചല്ല ചലിക്കുന്നത്. ഒരാത്മീയന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഭൗമികമായിട്ടല്ല സംഭവിക്കുന്നത്, അതാത്മീയമായി സംഭവിച്ചിരിക്കും. അതൊരു വിസ ആയിരിക്കാം, പാസ്പോർട്ട് ആയിരിക്കാം, ഒരു സാങ്ഷൻ ലെറ്റർ ആയിരിക്കാം, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരിക്കാം, അതൊരു ഇൻവിറ്റേഷൻ ആയിരിക്കും, എന്തുമായിക്കൊള്ളട്ടെ, അതാകാശം തുറന്നും സഹായം വരണമെങ്കിൽ അങ്ങനെ സംഭവിക്കും. എനിക്കതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ സംഭവിക്കും. കാരണം പറയാ, യേശുവിന്റെ ദൈവത്തെ പോലെ വേറെ ഒരുത്തനും ഇല്ല. ഈ ഒരുത്തനും ഇല്ല എന്ന് പറയാൻ കാരണം ദൈവങ്ങൾ ഉണ്ടാവും, പക്ഷെ മേഘാരൂഢനായി വരുന്ന ദൈവം ഇതേ ഉള്ളൂ. ആകാശത്തിലൂടെ സഞ്ചരിച്ച് പാത ഒരുക്കി ഭക്തന്റെ മുറിയിലിറങ്ങുന്നവൻ ഒരുവനേ ഉള്ളൂ. എന്തൊക്കെ വ്യത്യാസമാണ് യേശുവിന്റെ ദൈവത്തിന്റെ, നിങ്ങളൊന്ന് നോക്കിയേ. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ എനിക്കിതിനകത്ത് പറയാനുണ്ട്. ഒന്ന്, ഒത്തിരി സഹായങ്ങൾക്ക് വേണ്ടി കർത്താവേ എന്നെ സഹായിക്കണമേ, എനിക്ക് വഴി എന്നെ നീ ബ്ലസ് ചെയ്യണമേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ സഹായം ഭൗമികമായി നിങ്ങൾ ഒത്തിരി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ഭൗമികമായി നിങ്ങൾ ഒത്തിരി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായി കാണത്തില്ല. പക്ഷേ നിങ്ങൾ ഭൂമിയിൽ ഒത്തിരി പ്രതീക്ഷ അർപ്പിച്ച വ്യക്തിയായിരിക്കും. പക്ഷേ ആകാശം തുറന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഒരു ദൈവമഹത്വം വെളിപ്പെടുന്ന ദിവസമാണ്. ഞാനത് വിശ്വസിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ അടയ്ക്കാൻ പറ്റും, ഭൂമിയിൽ കെട്ടാൻ പറ്റും, അന്തരീക്ഷത്തിൽ അവന് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഏത് ഭൂതങ്ങൾക്കോ അന്തരീക്ഷത്തിലൊക്കെ തടസ്സം സൃഷ്ടിക്കാൻ പറ്റും. പക്ഷേ ആകാശം കീറി തുറന്ന് അതിനെ തകർത്ത് പുറത്തു വരുത്താൻ എൻ്റെ ദൈവത്തിന് ഒരൊറ്റ വാക്ക് മതി.
എൻ്റെ ദൈവത്തിനൊരൊറ്റ വാക്ക് മതി, യേശുവിൻ്റെ നാമത്തിൽ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, അന്തരീക്ഷത്തിൽ പോലും നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഭുജം ചലിപ്പിച്ചാൽ മതി. താൻ ഇരിക്കുന്നിടത്തിരുന്ന് ചലിപ്പിച്ചാൽ മതി, ആ മറ മാറി നിനക്കൊരു മറവിടമായി മാറും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോൾ, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആ വാക്യം ഭയങ്കര ശ്രദ്ധേയമാണ്. പുരാതനായ ദൈവം, പുരാതനായ ദൈവം നിന്റെ സങ്കേതം. കർത്താവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് രണ്ട് കാര്യം പറയുന്നു. കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ, നമ്മളായിരിക്കുന്ന ലൊക്കാലിറ്റിയിൽ ഒരു കൈ കീഴിലാണ് ഞാൻ നിങ്ങളുമൊക്കെ നിൽക്കുന്നത്. വ്യത്യാസം ഇതാണ്. മുകളിൽ വചനം പറയുന്നു, ദൈവം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമാണെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉന്നതനായിരിക്കുന്ന ദൈവം നമ്മുടെ തലയ്ക്ക് മുകളിൽ വസിക്കുമ്പോൾ തന്നെ ആവർത്തന പുസ്തകം നമുക്ക് ഉറപ്പ് തരുന്നു, അവൻ ഉന്നതനാണെങ്കിലും ഉയർന്നിരിക്കുന്നവനാണെങ്കിലും താഴേക്ക് നീട്ടിയിരിക്കുന്ന ഒരു ശാശ്വത ഭുജം എനിക്കും താങ്കൾക്കും ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് വരച്ചാൽ ഇങ്ങനെ കാണാൻ പറ്റും, മുകളിലിരിക്കുന്ന ദൈവത്തിന്റെ കരം. അർത്ഥം, ഒരു സാന്നിധ്യത്തിനകത്ത് അല്ലെങ്കിൽ ഒരു വൃത്താകാരമാകുന്ന ഒരു സാന്നിധ്യത്തിനകത്ത് പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് യേശുവിന്റെ ദൈവത്തിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും. മുകളിൽ എന്റെ ദൈവത്തിന്റെ ശിരസ്, താഴെ എന്റെ കർത്താവിന്റെ ഭുജം അല്ലെങ്കിൽ പാദം, എങ്ങനെയും നമുക്ക് പറയാം. സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി എന്റെ ദൈവത്തിന്റെ പാദപീഠവും. വചനപ്രകാരം ഉന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ ശിരസ് മുകളിൽ, ആവർത്തന പുസ്തക പ്രകാരം കീഴെ അവന്റെ കരം. നിന്റെ തലയ്ക്ക് മുകളിലൂടെ വരുന്നതിനെ ഹാൻഡിൽ ചെയ്യാനും, നിങ്ങൾ പാർക്കുന്ന ഭൂമിയിലൂടെ കീഴിലൂടെ വരുന്ന കേസിനെ ഹാൻഡിൽ ചെയ്യാനും യേശുവിന്റെ ദൈവത്തിന് സാധിക്കുമത്രേ. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗം അവന്റെ സിംഹാസനത്തിലിരിക്കുന്ന ശിരസുയർന്നിരിക്കുന്ന കർത്താവിന്റെ മുൻപിൽ, കർത്താവിന്റെ തലയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന ഒന്നുമില്ല, അവന്റെ കണ്ണിന് കീഴിലൂടെ സഞ്ചരിക്കുന്നത് ഉണ്ട് താനും. അതിന്റെയും കീഴിൽ പാർക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവന്റെ തലയ്ക്ക് മുകളിലൂടെ ശത്രു അസ്ത്രങ്ങൾ എയ്താലും, അവന്റെ തലയ്ക്ക് മുകളിലൂടെ ശത്രു പദ്ധതികൾ തയ്യാറാക്കിയാലും, കീഴെ ശാശ്വത ഭുജത്തിന്റെ മറവിലിരിക്കുന്ന താങ്കൾക്ക് അതിന്റെ അകത്തുനിന്ന് പുറത്തു വരത്തക്ക നിലയിൽ മേഘാരൂഢനാകുന്ന ദൈവം അത്ഭുതത്തിന്റെ വാതിലുകളും വിടുതലുകളും വിശാലതകളും യേശുവിന്റെ നാമത്തിൽ നൽകുന്ന ഒരു ദിവസമായി മാറട്ടെ. ആമേൻ. നമുക്ക് മുമ്പേ പോയ വിശുദ്ധന്മാരുടെ ചരിത്രം എടുത്താൽ അവരുടെ തലയ്ക്ക് മുകളിലൂടെയും പോരാട്ടം ഉണ്ടായിരുന്നു, അവർ വർക്ക് ചെയ്തിരുന്ന പ്ലാറ്റ്ഫോമിലും പോരാട്ടം ഉണ്ടായിരുന്നു. തലയ്ക്ക് മുകളിലൂടെയുള്ള പോരാട്ടം ആത്മീയ പോരാട്ടമാണ്. ശ്രദ്ധിക്കണേ, തലയ്ക്ക് മുകളിലൂടെയുള്ള പോരാട്ടം ആത്മീയ പോരാട്ടമാണ്. ഫേസ് ടു ഫേസ് ഉള്ള പോരാട്ടം ആത്മീയ പോരാട്ടത്തിന്റെ മറ്റൊരു വേർഷനാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം, നമുക്ക് മുമ്പേ പോയ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഈ രണ്ട് തരത്തിലുള്ള പോരാട്ടം അവർ ഫേസ് ചെയ്തിരുന്നു. ഒന്ന്, തലയ്ക്ക് മുകളിലൂടെയുള്ള പോരാട്ടം. ആ തലയ്ക്ക് മുകളിലൂടെയുള്ള പോരാട്ടം അവർക്ക് ആ മൊമെന്റിൽ മനസ്സിലായ കാര്യമാണ്. ഇപ്പൊ പൗലോസിനെ സംബന്ധിച്ച് കപ്പൽ ഛേദം ഉണ്ടായ സമയം അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യമാണ്. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ ആത്മീയ പോരാട്ടത്തിന്റെ ഒരു പ്രധാന സംഭവങ്ങളാണ്. ആത്മീയ പോരാട്ടത്തിനകത്ത് നമുക്ക് പോരാട്ടം പ്രതിയോഗിയോടാണ്, മനുഷ്യരോടല്ല. അല്ലെങ്കിൽ തന്നെയും മനുഷ്യരോടല്ല, പ്രതിയോഗിയോടാണ്. ആ കപ്പൽ ചെയ്ത സമയത്ത്
പൗലോസ് ആ മൊമെന്റിൽ പ്രാർത്ഥിച്ച് പ്രാപിച്ച റെവലേഷൻ അനുസരിച്ചാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത്. എന്നാൽ തൻ്റെ മിഷണറി പ്രവർത്തനങ്ങളിൽ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പുരുഷന്മാരെയും പുരോഹിതന്മാരെല്ലാവരും കൂടെ സംഘടിപ്പിച്ച് കല്ലെറിഞ്ഞതും മറ്റുമൊക്കെ ആത്മീയ പോരാട്ടത്തിൻ്റെ മറ്റൊരു വേർഷനാണ്. ഇത് രണ്ടിൽ നിന്നും പൗലോസിനെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇത് രണ്ടിൽ നിന്നും പൗലോസിനെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. കല്ലെറിഞ്ഞു കൊന്ന് മരിച്ചു എന്ന് കരുതി പട്ടണത്തിൽ നിന്ന് വലിച്ചു പുറത്തിട്ട പൗലോസിന് ആകാശം തുറന്നാണ് കർത്താവ് നവജീവൻ നൽകി വീണ്ടും അടുത്ത മിഷണറി യാത്രയ്ക്ക് എഴുന്നേൽപ്പിച്ചു വിടുന്നത്. ഹല്ലേലൂയ. വ്യക്തമായി പൗലോസ് മരിച്ചതുപോലെ ആയി എന്നവിടെ എഴുതി വെച്ചിരുന്നു. ഞാൻ കരുതുന്നത് മരിച്ചു എന്ന് തന്നെയാണ്. കാരണം കല്ല് 10,000 സ്ത്രീ പുരുഷന്മാർ നിന്നുകൊണ്ട് വട്ടത്തിന് ഇത്രയും കല്ലുകൾ എടുത്ത് ഒരു വ്യക്തിക്ക് നേരെ എറിഞ്ഞാൽ നിങ്ങൾ ഓർത്തു നോക്കിയാൽ മതി. ആളെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ രക്തത്തിൽ കുളിച്ചല്ലാതെ ആ മനുഷ്യനെ അന്ന് അവിടെ കണ്ടു കാണത്തില്ല ആര്. ആ അവസ്ഥയിൽ ജീവൻ പോവോ ഇല്ലയോ? പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ കർത്താവ് തനിക്കൊരു പുതുജീവൻ കൊടുക്കാനായിട്ട് ആ സ്ഥലത്തെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറെ അയച്ചില്ല, ഒരു വൈദ്യനും വന്നില്ല, ഒരു വൈദ്യശാലയും മുന്നിലേക്ക് വന്നില്ല. എങ്ങനെ ജീവിച്ചു എന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആകാശത്തിലൂടെ തനിക്ക് ജീവൻ വന്നു എന്ന്. ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് അടുത്ത മിഷണറി യാത്രയ്ക്ക് കർത്താവ് ഒരുക്കി വിട്ടു. എന്നാൽ ആ പോരാട്ടമല്ലായിരുന്നു കപ്പലിനകത്ത്, ആ പോരാട്ടമല്ലായിരുന്നു അടുത്ത സ്ഥലത്ത്, ആ പോരാട്ടമല്ലായിരുന്നു എഫെസോസിൽ. താൻ പോയിരുന്ന സ്ഥലങ്ങളിലെല്ലാം വ്യത്യസ്തമാകുന്ന പ്രതികൂലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ആ സ്ഥലങ്ങളിലെല്ലാം വ്യത്യസ്തമാകുന്ന ആത്മീയ അധികാരത്തോടുകൂടെ ദൈവം തന്നെ പണിയുകയും ചെയ്ത സന്ദർഭമാണ് തൻ്റെ ജീവിതത്തിൽ ഏറെ ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഏറെ പ്രാർത്ഥിക്കുന്ന താങ്കളോട് എനിക്കൊറ്റ വാക്കിൽ പറയാനൊരു കാര്യമുണ്ട്. താങ്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം വരെയും താങ്കളുടെ അഭിഷേകം എന്ന് പറയുന്നത് അത് സ്റ്റേബിൾ ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അഭിഷേകമല്ല. അതിനകത്ത് കർത്താവ് വ്യത്യസ്തതകൾ വരാൻ കീഴ്പ്പെട്ടു കൊടുക്കണം, വ്യത്യാസങ്ങൾ വരുത്തും. കാരണം അദ്ദേഹം ഒരു മിഷണറി പ്രവർത്തനം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും പൗലോസ് അനന്യാസ് കൈവച്ച സമയം പ്രാപിച്ച അഭിഷേകമല്ല പിന്നീടുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ 1-ാം മിഷണറി യാത്രയിൽ, അതല്ല 2-ാം മിഷണറി യാത്രയിൽ, അതല്ല 3-ാം മിഷണറി യാത്രയിൽ. ഓരോ ഘട്ടങ്ങൾ, ഓരോ സ്ഥലങ്ങൾ, ഓരോ ഇടങ്ങൾ താണ്ടി പോകുന്ന ഇടങ്ങളിലെല്ലാം ഓരോ ദേശത്തിന്മേൽ ഓരോ അധികാരം പ്രാപിച്ചു പോയൊരു മനുഷ്യനാക്കിയ കർത്താവ് മടക്കി കൊണ്ടുവന്നത്. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, യെശുരുവിന്റെ ദൈവത്തിന് അങ്ങനെ ഒരു സ്വഭാവം കൂടെ ഉണ്ട്. ഓരോ ദേശങ്ങളിന്മേൽ പിടിച്ചു നിൽക്കാൻ ഓരോ അഭിഷേകം പകരുന്ന ഒരു സ്വഭാവം, ഓരോ ഇടങ്ങളിൽ നീ നിന്ന് പിഴയ്ക്കാൻ ആ സമയം നിന്റെ മേൽ വെളിപ്പെടുന്ന സ്പോട്ട് അനോയിന്റിങ്, ഓരോ മിനിസ്ട്രി നീ ചെയ്ത് ശുശ്രൂഷിച്ച് പൂർത്തീകരിക്കാൻ ആ സമയം നിന്റെ മേൽ വെളിപ്പെടുന്ന എമർജൻസി അനോയിന്റിങ്. അങ്ങനെയുള്ള എമർജൻസി അനോയിന്റിങ് ആവശ്യമുള്ളവർക്ക് സ്വർഗം അത് പകരുന്ന ടൈമായത്. Mighty Father, emergency anointing. എന്റെ പ്രാർത്ഥനാ വേളയിൽ കർത്താവ് പറഞ്ഞൊരു അഭിഷേകമാണിത്. ഇങ്ങനൊരു അഭിഷേകം. അല്ലേ പിന്നെ നിങ്ങൾ പറ, പൗലോസ് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടെ? പത്രോസ് എങ്ങനെ രക്ഷപ്പെട്ടെ? നിങ്ങൾ പറ. നല്ല ന്യായശാസ്ത്രവാദികളുടെ മുമ്പിൽ നിന്ന് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത യോഹന്നാനും യാക്കോബും അവരൊക്കെ എങ്ങനെ സംസാരിച്ച് രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്? എമർജൻസിയായി അവരുടെ മേൽ വെളിപ്പെട്ട ഒരു അനോയിന്റിങ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അങ്ങനല്ലേ വചനം കിടക്കുന്നത്? അവർ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എമർജൻസി പവർ, എമർജൻസി പവർ. ചില സാഹചര്യങ്ങളെ താണ്ടി പുറത്തു വരാൻ കഴിയുന്നില്ലേ? എമർജൻസി പവറിന് വേണ്ടി പ്രാർത്ഥിക്കുക, എമർജൻസി അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചില കാര്യങ്ങളെ ജയിച്ചു പുറത്തു വരാൻ കഴിയുന്നില്ലേ? എമർജൻസി ആയിട്ട് കർത്താവ് നമ്മുടെ മേൽ ആ ശക്തി പകരും. എമർജൻസി അനോയിന്റിങ്. എലിഹോ സബുഹോ സിഹിദ ഹോലിസ്ബ.
ഏബ്രയ ഗോഷായ ടലായോഗ ബികിസ യറുനിയ ഹബ്ബ ഔഷാലാബ. യേശുവിന്റെ ദൈവത്തെ പോലെ വേറെ ഒരുത്തനുമില്ല. ഈ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ആകാശത്തിൽ കൂടെ സഞ്ചരിക്കും. താങ്കൾക്കെതിരെ ദുരാലോചന കഴിക്കാൻ എത്ര കൊടികെട്ടിയവനും ഹെലികോപ്റ്റർ ഉള്ളവനും ഭൂമിയിൽ വെച്ചേ സാധിക്കത്തുള്ളൂ. ഭൂമിയിൽ വെച്ചേ സാധിക്കത്തുള്ളൂ. എത്ര കൊടികെട്ടിയവനും ഹെലികോപ്റ്റർ സ്വന്തമായിട്ടുള്ള വ്യക്തിക്കും ഭൂമിയിൽ വെച്ചേ സാധിക്കത്തുള്ളൂ. ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ എൻ്റെ ദൈവത്തെ സംബന്ധിച്ച് ഭൂമിയിൽ വെച്ച് കെട്ടിയത് സ്വർഗത്തിൽ വെച്ച് അഴിക്കാൻ പറ്റും. എൻ്റെ ദൈവത്തെ സംബന്ധിച്ച് ഭൂമിയിൽ വെച്ച് കെട്ടിയത് സ്വർഗത്തിൽ നിന്ന് അഴിക്കാൻ പറ്റും. ഇനി ആകാശ മധ്യേയാണ് താങ്കൾക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കിയതെങ്കിലും താങ്കൾ പുറത്തേക്ക് വരാതിരിക്കാനും പ്രയോജനപ്പെടാതിരിക്കാനും പദ്ധതികൾ ആവിഷ്കരിച്ചു വെച്ചത് എന്നുണ്ടെങ്കിലും അവിടെ വെച്ചും തനിക്ക് പൊളിക്കാൻ പറ്റും. കാരണം അവൻ്റെ സഞ്ചാരപാത ആകാശത്തിനകത്തുകൂടെയും ഉണ്ട്. ഹല്ലേലൂയ. ഷാജി, നീ ഈ ഭൂമിയിൽ എവിടെ വെച്ച് കെട്ടിയാലും സ്വർഗത്തിൽ എൻ്റെ കർത്താവ് ഉള്ളിടത്തോളം കാലം അതഴിഞ്ഞിരിക്കും. ഇനി നീ ഭൂമിയിൽ വെച്ച് കെട്ടി എന്താ അന്തരീക്ഷത്തിലോ ആകാശത്തിലോ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചാലും അവിടെയും എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. അവിടെ എൻ്റെ കർത്താവിന് റൂട്ടുണ്ട്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അതുകൊണ്ടല്ലേ പറയുന്നത് യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരുത്തനും ഇല്ല. ആ ദൈവത്തെ പോലെ വേറൊരുത്തനും ഇല്ല. എങ്ങനെയും ഒരുത്തനെ മേക്ക് ഓവർ ചെയ്തെടുത്ത് പുറത്തു കൊണ്ടുവരാൻ കർത്താവിൻ്റെ കയ്യിൽ ഫോർമുലയുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഭൂമിയിലുള്ള ആര് പറഞ്ഞാലും അനുസരിക്കാത്ത വ്യക്തികൾ നിങ്ങളുടെ വീട്ടിൽ കാണും. ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്ന മേഘാരൂഢനായ ഒരുവനെ കുറിച്ച് ആണ് ഞാനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സംസാരവും അവിടുത്തെ ഇടപെടലും അവിടുത്തെ രീതികളും ഭൂമിയിൽ നടക്കുന്ന മനുഷ്യനെ പോലെ അല്ല. അത് വ്യത്യസ്തമാണ്. ഭൂമിയിലത്തെ ഉപദേശങ്ങൾ ഒരു മനുഷ്യൻ കേൾക്കത്തില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ കാണും. ഇനി ഭൂമിയിലെ ഏത് ഗ്രന്ഥം തുറന്ന് സംസാരിച്ചാലും ഇനി ഏതൊരു വചനം എടുത്തു പറഞ്ഞാലും അംഗീകരിക്കാത്ത അതിനെ നിരോധിച്ച് സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. എന്നാൽ ഭൂമിയിലെ മനുഷ്യന്റെ ലാംഗ്വേജ് അല്ല മേഘാരൂഢനായി ആകാശ സഞ്ചാരം ചെയ്യുന്ന ദൈവത്തിൻ്റെത്. ഭൂമിയിൽ ഒരു മനുഷ്യന്റെ തിയറിയോ ഭൂമിയുടെ ഒരു മനുഷ്യന്റെ ഡോക്ട്രിനോ അല്ല. അവിടുത്തെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കകത്ത് തിരമാലകൾ പോലും അനുസരിച്ചുവെങ്കിൽ, അവിടുത്തെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾക്കകത്ത് കാറ്റുപോലും അമർന്നു എങ്കിൽ, അവിടുത്തെ വായിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദത്തോടുകൂടെ ഇരമ്പി അലറുന്ന കടൽ പോലും ശാന്തമായി പുഴ പോലെ ഒഴുകാൻ തുടങ്ങിയെങ്കിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, വേദപുസ്തകം പഠിപ്പിക്കുന്നു യേശുവിൻ്റെ ദൈവത്തെ പോലെ വേറെ ഒരുത്തനുമില്ല. വേറെ ഒരുത്തനുമില്ല. 27-ാമത്തെ വാക്യം പറയുക, പുരാതനായ ദൈവം നിന്റെ സങ്കേതം. പുരാതനായ ദൈവം നിന്റെ സങ്കേതം. സ്തോത്രം. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നീക്കിക്കളഞ്ഞു എന്ന വാക്കിനകത്ത് നമ്മുടെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകേണ്ട ഒന്നിനെ കർത്താവ് കൽപ്പിച്ചു മാറ്റി എന്നൊരർത്ഥമുണ്ട്. ഒരാത്മീയൻ എല്ലാ സമയവും പോരാട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് മനുഷ്യനോടല്ല, അത് ആത്മീയ പോരാട്ടമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക. എപ്പോഴും നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കെയർ ചെയ്യുക, ഗാർഡ് ചെയ്യുക, സംരക്ഷിക്കുക എന്ന ഒരു ദൗത്യമാണ്. സഹോദരി, വചനം നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ, കേൾക്കുന്ന ആലോചനകൾ നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ, കേൾക്കുന്ന ദൈവശബ്ദങ്ങൾ നിങ്ങൾ അതിനെ സെൻസ് ചെയ്ത് അതിനെ ഗ്രഹിച്ചില്ല, നിങ്ങൾ അതിനെ ഡൈജസ്റ്റ് ചെയ്തില്ല എങ്കിൽ,
ദൈവം നിങ്ങൾക്ക് തരുന്ന അഭിഷേകം നിങ്ങൾ സംരക്ഷിച്ചില്ല എങ്കിൽ നിങ്ങൾ അടിപതറിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾ സാത്താന് തുറന്നിട്ട് കൊടുക്കുകയാണ്. കാരണം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക. അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ. അമോര്യൻ, കനാന്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യബൂസ്യൻ എന്നിവരെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നിനക്ക് കേൾക്കുന്നത് സൂക്ഷിക്കണമെങ്കിൽ ചില ജാതിയൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിയാലേ പറ്റത്തുള്ളൂ. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് ദൈവം കൊടുക്കുന്നതൊന്നും അങ്ങോട്ട് ഈട് നിൽക്കുന്നില്ല. അവർക്ക് ദൈവം കൊടുക്കുന്ന പ്രാർത്ഥനയുടെ വരങ്ങൾ ഈട് നിൽക്കുന്നില്ല. ദൈവം കൊടുക്കുന്ന കൃപകൾ ഈട് നിൽക്കുന്നില്ല. ദൈവം കൊടുക്കുന്ന നന്മകൾ ഈട് നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാലഘട്ടം വരെ മാത്രം ചിലതൊക്കെ ഒന്ന് അനുഭവിച്ച് ആസ്വദിച്ചിട്ട് പിന്നെ അത് സാത്താന്റെ മുമ്പിൽ, അവന്റെ തന്ത്രങ്ങളുടെ മുമ്പിൽ അടിയറവ് വെക്കേണ്ടി വരുന്ന അവസ്ഥ. അത് ഒരുപക്ഷെ നിങ്ങൾക്കൊരു ക്ഷീണമായിട്ടായിരിക്കാം, ഒരു തളർച്ചയായിട്ടായിരിക്കാം, രോഗമായിട്ടായിരിക്കാം, ക്ഷാമമായിട്ടായിരിക്കാം, അസ്വസ്ഥതയായിട്ടായിരിക്കാം, കോപമായിട്ടായിരിക്കാം, ദുഃഖമായിട്ടായിരിക്കാം. എങ്ങനെ അത് നിങ്ങളുടെ ജീവിതത്തിൽ പൊസസ്ഡ് ആയാലും, അതേത് രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്താലും, എന്തോ ഒന്ന് ദൈവം തന്ന എന്തോ ഒന്ന് നമ്മൾ സാത്താൻ കൊണ്ടുവന്ന വികാരത്തിന് എന്താ പറയുക, കീഴ്പ്പെടുത്തി കൊടുക്കുക, അടിയറവ് വയ്ക്കുക. സാത്താൻ കൊണ്ടുവന്ന വികാരത്തിന് അത് നമ്മൾ അടിയറവ് വെച്ചിട്ടാണ് ആ വികാരം നമ്മുടെ മുഖത്തെടുക്കുന്നത്, ആ വികാരം നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നത്. ആ ഒരു സാത്താൻ കൊണ്ടുവന്ന സാധനം അവൻ എൻ്റെ ബോഡിയിൽ, എൻ്റെ പ്രാണനിൽ, എൻ്റെ ക്യാരക്ടറിൽ അവനെ ഇൻജക്റ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ വീര്യവും എന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എങ്കിൽ എന്തോ ഒന്ന് ദൈവം എനിക്ക് തന്നത് സൂക്ഷിക്കാതെ ഞാൻ അടിയറവ് വെച്ചു. യെശൂരുവിന്റെ ദൈവത്തെ പോലെ വേറെ ഒരുത്തനുമില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് തന്നത് മറ്റൊരുത്തനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് തന്നെ. ദൈവത്തിൽ നിന്ന് കേട്ടത്, കണ്ടത്, പ്രാപിച്ചത്, വാങ്ങിയത് നാം സൂക്ഷിക്കാൻ കടംപെട്ടവരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക. താഴെ പറയുന്നത് നോക്കിയേ, ഓടിച്ചു കളയും. എന്തിനാ സൂക്ഷിച്ചു കൊള്ളുക, ഓടിച്ചു കളയൂ എന്ന് പറഞ്ഞേ? കേൾക്കുന്നത് സൂക്ഷിക്കണമെങ്കിൽ എതിരാളികൾ മുമ്പിൽ നിന്ന് മാറണം. പ്രാപിച്ചത് സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില ജാതി മാറണം. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നിന്റെ മുമ്പിൽ പടപൊരുതാൻ നിൽക്കുന്ന ചിലത് നിന്റെ മുമ്പിൽ നിന്ന് ഓടണം. അത് അമോര്യനാണെങ്കിലും, അത് കനാന്യനാണെങ്കിലും, ഹിത്യനാണെങ്കിലും, പെരിസ്യനാണെങ്കിലും, ഹിവ്യനാണെങ്കിലും, യബൂസ്യനാണെങ്കിലും, ആരാണെങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഓടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഞാൻ ഓടിച്ചു കളയും. പുരാതനായ ദൈവം നിന്റെ സങ്കേതമായിട്ടിരിക്കുന്നെങ്കിൽ സുഹൃത്തെ, നീ അനുസരിക്കാൻ തയ്യാറായാൽ ഓടിക്കാൻ എന്റെ ദൈവം ശക്തനാ. സൂക്ഷിക്കാൻ ഞാൻ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. കർത്താവെ സൂക്ഷിക്കാൻ ഞാൻ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. പിതാവെ സൂക്ഷിക്കാൻ ഞാൻ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, ദേശത്ത് പാർത്തിരുന്ന അമോര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. യോശുവ ദൈവത്തെ സ്തുതിക്കാൻ കാര്യമുണ്ട്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കൂ എന്ന് പറഞ്ഞ വീരമനുഷ്യനാണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? അദ്ദേഹത്തെയും കൊണ്ടും പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തു കൊടുത്തോണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ശത്രു ഓടിയില്ല എന്നൊന്നും പറയാനൊക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒന്നും ചെയ്തില്ല എന്ന് പറയാനൊക്കത്തില്ല. യോശുവയോടുകൂടെ ചേർന്ന് ഞാനും പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കാര്യം എന്നാ? ദേശത്ത് പാർത്തിരുന്ന അമോര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും. അവനല്ലോ ഞങ്ങളുടെ ദൈവം എന്ന് യോശുവ പറയുമ്പോൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എനിക്ക് അവിടെ നിൽക്കണം. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ അഭിഷേകം മതിയോ? ഞാൻ പറയും പോരാ. പ്രാർത്ഥന മാത്രം മതിയോ? ഞാൻ പറയും പോരാ. കൂട്ടായ്മ മതിയോ? പോരാ.
അതെന്താ? പൗലോസ് പറയുന്നു, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഒരു പവറിനെ കുറിച്ച്, ഒരു ശക്തിയെ കുറിച്ച് അവിടെ നമുക്ക് പറയാം, വെളിപ്പെടുത്തി തരികയാണ്. ഒരു അമിത ബലം, ഒരു ശക്തി. ശക്തി നമ്മൾ ആരാധിക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട്, അന്യഭാഷ പറയുമ്പോൾ അനുഭവിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഇത് ആ ബലത്തെ കുറിച്ചല്ല പറയുന്നത്, അമിത ബലത്തെ കുറിച്ചാണ് പറയുന്നത്. വാക്കുകൾക്കെല്ലാം വ്യത്യാസമുണ്ട്. അമിത ബലം, നമ്മൾ മിതമായ ആഹാരം കഴിക്കണം. എന്നാൽ അമിതമായ ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? സാധാരണ നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എടുക്കണം. അതാണ് അതിന്റെ മീനിങ്. അമിതം, അധികമായി, സാധാരണ അളവിനേക്കാൾ അധികം. അഭിഷേകം ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിലും പിശാചിന് കീഴ്പ്പെട്ട ചരിത്രം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അമിത ബലത്തിൽ അഭിഷേകത്തോടെ ജീവിച്ചിരുന്ന കർത്താവിന്റെ വിശുദ്ധന്മാരെ പരിശോധിക്കുമ്പോൾ അവർ വീഴാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടായിട്ടും അതിനകത്തുനിന്ന് ഓടിയ ചരിത്രമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മുമ്പിൽ നിന്ന സാധനത്തെ ബന്ധിച്ച ചരിത്രമാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ജാതി നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് കളഞ്ഞെങ്കിൽ പോലും കർത്താവ് യോശുവയുടെ പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ ചിലതിനെ നീക്കിത്തരും. ദൈവം മുമ്പോട്ടുള്ള സ്ട്രഗിൾസ് കുറയ്ക്കാൻ വേണ്ടി ചിലതിനെയൊക്കെ ദൈവം നമുക്ക് നീക്കിത്തരും. ഇവിടെ കനാന്യർ, ഹിത്യർ, ഹിവ്യരെയൊക്കെ കർത്താവ് നീക്കിയും തന്നെ പറയുന്നത്. യോശുവയും പറഞ്ഞു അങ്ങനെ സകല ജാതികളെയും ദൈവം നീക്കി. പക്ഷെ യോശുവയുടെ പാർട്ട് കർത്താവ് അവിടെ മൂടി വെക്കുന്നില്ല. യോശുവ ചെയ്യാൻ ഒരു വലിയ ശുശ്രൂഷ അവിടെ കിടപ്പുണ്ട്. അത് ഈ കനാന്യരെ, ഹിത്യരെ നീക്കുന്ന പണിയല്ല, അതിനേക്കാൾ അധികമായി ദൈവശക്തി ആർജിച്ചെടുത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. സഹോദര, ചില സ്ട്രഗിൾസ് ഒക്കെ കർത്താവ് അങ്ങ് സൗകര്യപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നീക്കിത്തരും. അവിടെ നമ്മൾ ആത്മീയമായിട്ട് ബലഹീനമാകുകയല്ല വേണ്ടത്. അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള ദൈവശക്തി ആർജിച്ചെടുക്കാൻ കർത്താവ് നിനക്ക് സൗകര്യം ഒരുക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് തളർന്നു പോകാത്തൊരു ആത്മീയ ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒന്ന് ചാർജ് ആകാനല്ല കർത്താവ് ഇവിടെ വചനം പറയുന്നേ. ഒന്ന് ചാർജ് ആകാൻ, ഒന്ന് തളർന്നിരിക്കുമ്പോൾ വചനം കേൾക്കാൻ, ഒന്ന് തളർന്നിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ, ഒന്ന് തളർന്നിരിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചേ കൊള്ളായിരുന്നു. ആ ചാർജ് ആകുന്ന പരിപാടിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ചാർജ് ആകുന്നവരാണ് കൂടുതൽ. പക്ഷെ കർത്താവ് പറയുന്നു അമിത ബലം. എഫദായിൻ ജീസസ് മിനിസ്ട്രീസിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അമിത ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. അമിത ബലം എന്തിനാ അതെന്നറിയാവോ? അമിത ബലം എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. രണ്ട് കാര്യമുണ്ട്. എന്തിനു മുകളിൽ ശക്തി ധരിക്കാനും താഴെ ആയുധം ധരിക്കാനും പറഞ്ഞു. ശക്തി എതിർത്ത് നിൽക്കാനാ. എടോ, ഇപ്പൊ എന്റെ ഒരു വ്യക്തി ഇങ്ങോട്ട് പുഷ് ചെയ്ത് വരുക, എന്റെ അരയിൽ ഒരു കത്തി ഇരിപ്പുണ്ട്. എന്നാ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എനിക്ക് അവിടെ ആളാവാൻ പറ്റത്തില്ല. ആദ്യം എന്നെ പുഷ് ചെയ്യുന്നവനെ അങ്ങോട്ട് പുഷ് ചെയ്യാനോ അവൻ എന്നെ പുഷ് ചെയ്ത് പുറകിലേക്ക് തള്ളിയിടാതിരിക്കേണ്ടതിന് സ്റ്റേണായിട്ട് നിൽക്കാനുള്ള ബലം എനിക്ക് വേണം. പിന്നെ ഉള്ളു പേനാക്കത്തിയും വാളും കടാരയൊക്കെ. എന്റെ അരയിൽ നിന്ന് എനിക്ക് കത്തി എടുക്കാനുള്ളൊരു സ്പേസ് കിട്ടണമെങ്കിൽ ഞാൻ പിശാചിനോട് ആദ്യം എതിർത്ത് നിൽക്കണം. അല്ലെങ്കിൽ എന്റെ എതിരാളിയെ ഞാൻ ആദ്യം എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കാനാണ് എനിക്ക് ശക്തി വേണ്ടത്. കത്തിയെടുക്കാൻ എതിർത്ത് നിൽക്കുന്നത്ര ശക്തി വേണ്ടല്ലോ. പക്ഷെ അവനെ എതിർത്ത് നിൽക്കാനുള്ള ശക്തിയാണ് എന്നിൽ ആദ്യം വേണ്ടത്, അമിത ബലം. പലരും വീണു പോകുന്നു. ഇവിടെ എൻ്റെ കത്തിയുണ്ട്. കത്തി മീൻസ് എൻ്റെ പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയുണ്ട്, വചനം ഒത്തിരി ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, അതിൽ നിന്ന് ഒന്നെടുത്ത് ഇപ്പം അടിക്കാം എന്ന് നമ്മൾ കരുതും. അതിനു മുന്നേ നിന്നെ പുഷ് ചെയ്താലോ, അതിനു മുന്നേ താങ്കളെ പുഷ് ചെയ്താലോ?
ആദ്യത്തെ പുഷിങ്ങിൽ തന്നെ നമ്മൾ വീണുപോയാൽ നമ്മൾ എങ്ങനെ എഴുന്നേൽക്കും, എങ്ങനെ കത്തിയെടുക്കും, എങ്ങനെ പ്രയോഗിക്കും? വേദപുസ്തകം പഠിപ്പിക്കുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുന്നതിന് മുൻപേ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ദൈവത്തിന്റെ ഭുജം ഇന്ന് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത് ഒരു അമിത ബലം നമ്മിലേക്ക് ഇമ്പാർട്ട് ചെയ്യാനാണ്. അമിത ബലം ഇമ്പാർട്ട് ചെയ്യാനാണ്. തൂണെടുത്ത് മറിക്കാൻ തക്കവണ്ണമുള്ള ഒരു അമിത ബലമാണ് ശിംശോന് ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥനയിൽ അവസാന സമയം പകർന്നു നൽകിയത്. അവിടെ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് അവരെ വകവരുത്തുക ശിംശോനെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് താൻ ആ തൂണെടുത്തു മറിച്ചു എന്ന വചനം പറയുന്നത്, അതിനെ അട്ടിമറിച്ചു എന്ന വചനം പറയുന്നത്. സാത്താന്റെ പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ഒരു ദൈവിക തന്ത്രം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇമ്പാർട്ട് ചെയ്യും. സാത്താന്റെ പദ്ധതികളെ മുന്നറിഞ്ഞതിനെ എതിർത്തു തോൽപ്പിക്കാനുള്ള ദൈവിക ശക്തി സാത്താൻ നമ്മുടെ മേൽ ദൈവം നമ്മുടെ മേൽ ഇമ്പാർട്ട് ചെയ്യും, യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ് നെയിം, ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. ഹോ, ദൗത്യം ഭയങ്കരമാണ്. 4 കാര്യങ്ങൾ പറയുന്നു. 4 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഉണർന്നിരുന്നിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കാതിരിക്കാതെയും പുരുഷത്വം കാണിക്കാതെയും ശക്തിപ്പെടാതിരിക്കാതെയും പറ്റുകയില്ല. പുരുഷത്വം കാണിച്ചിട്ട് ഉറങ്ങിയിരുന്നാലും പറ്റത്തില്ല. വിശ്വാസത്തിൽ നിലനിന്നിട്ട് ശക്തിയില്ലാതെയും ഉണർന്നിരുന്നിട്ടും കാര്യമില്ല. 4 കാര്യ. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. 4 കാര്യം. 4 കാര്യവും 4 ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഷബ്രഖതലവ റുഹമാന ശംതനബെ റുഹോസിയാബ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. 4 കാര്യങ്ങൾ. കർത്താവിന്റെ ഭുജം തുറന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഇമ്പാർട്ടേഷൻ കർത്താവ് നൽകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നമുക്കിത് ദൈവത്തിന്റെ മുമ്പിൽ നമുക്കിത് പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ വായിച്ച വാക്യം വായിച്ചിട്ട് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകും. നമ്മുടെ സമയം കഴിഞ്ഞു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഒറ്റ വാക്കൂടെ പറഞ്ഞ് നിർത്തുക. നമുക്ക് ദൈവമായിട്ട് കൃപയാൽ നമുക്ക് ചില സ്ട്രഗിൾസ് നമ്മുടെ ലൈഫിൽ നിന്ന് നീക്കിത്തരും. എന്നാൽ ചിലത് നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ചിലത് നമ്മൾ അധികം അങ്ങോട്ട് എഫേർട്ട് ഇടാതെ കർത്താവ് നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കിത്തന്ന അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവം ചില സ്ട്രഗിൾസ് നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കിയിട്ടുള്ളത് നമുക്കിനിയും ദീർഘദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് കർത്താവ് അറിയുന്നുണ്ട്. പക്ഷെ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ദൗത്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടു, ഭയങ്കര ദർശനത്തോടെ ഇറങ്ങി പുറപ്പെട്ടു, ഭയങ്കര പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയൊക്കെ ചില കാര്യങ്ങൾക്ക് ചുവട് വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കായി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, 1, നിങ്ങൾ ഉണരണം. 2, വിശ്വാസത്തിൽ നിൽക്കണമല്ല, നിലനിൽക്കണം. 3, പുരുഷത്വം കാണിക്കണം. 4, ശക്തിപ്പെടണം. 4 കാര്യങ്ങൾ. പുരുഷത്വം കാണിക്കണം, ശക്തിപ്പെടണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. നിന്നെ നിലനിർത്താതെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് നിന്നെ ഉറപ്പിക്കാൻ ആ കരം ഇന്ന് നീട്ടിയേക്കുന്നത്. ഉണർന്നിരിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിന്നെ പുറത്തെടുക്കാനാ പരിശുദ്ധാത്മാവിന്റെ കരം ഇന്ന് നമ്മളെ ഉറക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് നമ്മിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെ ഉപദേശിക്കുന്ന ചില ഉപദേശവും പുറത്തുനിന്ന് വരുന്ന ചില ഉപദേശം. ഇത് രണ്ടും നമ്മളെ ഉറക്കും. നമ്മിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ഉപദേശിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരും, പഴയ മനുഷ്യൻ എഴുന്നേറ്റ് വരും. അതെപ്പോഴാണെന്നറിയാവോ? നമുക്ക് അങ്ങോട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയില്ല. 2, പുറത്തുനിന്നുള്ള ഉപദേശം വരും. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായം
17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. എൻ്റെ മാന്യ സുഹൃത്തെ കൂടെ പറവേ, ഞാൻ നേരത്തെ ഒരു 7-8 ജാതിയെക്കുറിച്ച് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് അവരെ അവരുടെ ഇടയിൽ നിന്ന് അകറ്റി, കർത്താവ് അവരെ അവരുടെ ഇടയിൽ നിന്ന് നീക്കി. യോശുവയും പറഞ്ഞു, കർത്താവ് ഇന്ന ജാതികളെ, ഇന്ന പോരാട്ടക്കാരെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിയത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഞാനും താങ്കളോട് പറഞ്ഞു, ദൈവം ചിലതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ചില സാധനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിത്തരും. എന്തിനാ? നീ സുഗമമായ ആത്മീയ ജീവിതം നയിക്കുക, നീ സുഗമമായി കുടുംബജീവിതം നയിക്കുക, നീ സുഖമായിട്ട് നിന്റെ ജീവിതത്തിൽ നീക്കും. പക്ഷെ ചിലത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കണം, ചിലത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റണം. ബൈബിൾ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ. എല്ലാവരും ആത്മീയരാണോ? ആത്മീയരുടെ വേഷമൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാവരും വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരല്ല, നിൽക്കുന്നവരായിരിക്കും. വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് ഇടർച്ച. അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കാഴ്ചയിൽ വിശ്വാസിയാന്ന് തോന്നും, കാഴ്ചയിൽ വിശ്വാസിയാന്ന് തോന്നും. ദിവസം നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ആന്റി തന്നെ എന്നോട് പറയുമായിരുന്നു, ട്രെയിനിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, കാലം വളരെ മോശമാണ്, നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് വിശ്വാസിയാന്ന് തോന്നുന്നവർ പോലും ഇപ്പോൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാ. കഴിഞ്ഞ ദിവസം ആ ആൻറ്റി കേട്ടൊരു കാര്യമാണ്. ആ ആൻറ്റിക്ക് വേണ്ടപ്പെട്ട ആരോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ബൈബിൾ തുറന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് എന്തോ കുറിക്കുന്നു, ബൈബിളിൽ എന്തോ കുറിക്കുന്നു. അപ്പോൾ അദ്ദേഹം കരുതുകയാണ്, ഷോ, ഈ കാലഘട്ടത്തിലും ഈ യൗവനക്കാരികൾ, പെൺകുട്ടിയാന്ന് ഓർക്കണം, യൗവനക്കാരികൾ ദൈവത്തിൻ്റെ വചനമൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വായിക്കുന്നല്ലോ. അതൊക്കെ നമുക്കതൊരു മാതൃക തന്നെ. നമ്മൾ പോലും അതൊന്നും ചെയ്യത്തില്ല, പബ്ലിക്കായിട്ട് വായിക്കുന്നല്ലോ. അപ്പോൾ അദ്ദേഹം സൂക്ഷിച്ചൊന്ന് ആ പുസ്തകത്തിലേക്ക് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ബൈബിളാണ്, കുട്ടിയുടെ കയ്യിൽ പെന്നുണ്ട്, കുട്ടി എഴുതുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ആ വായിക്കുന്ന പുസ്തകത്തിനകത്ത് എവിടെയൊക്കെ യഹോവ യഹോവ, ദൈവം ദൈവം, യേശു യേശു എന്ന് എഴുതിയിട്ടുണ്ടോ അതെല്ലാം വെട്ടി അവിടെ സാത്താൻ 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 എന്നാക്കുക. നമ്മുടെ ഈ ഭൂമിയിൽ നടന്ന കാര്യം. ആ യഹോവ 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 അല്ലെങ്കിൽ ദൈവം ദൈവം, യേശു യേശു, കർത്താവ് കർത്താവ് എന്നൊക്കെ കാണുന്നിടത്ത് പെന്നുകൊണ്ട് വെട്ടിയിട്ട് സാത്താൻ 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 ആക്കുക. അപ്പം ആൾ ഏത് കാറ്റഗറി പെട്ടതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ആൻറ്റി ക്രിസ്റ്റിപ്പെട്ടതാ, സാത്താൻ സേവയപ്പെട്ടതാ. മക്കളെയൊക്കെ സൂക്ഷിച്ച്, മക്കളെയൊക്കെ കർത്താവിൻ്റെ കൈകളിൽ പൊതിഞ്ഞ് കൊടുത്തൊന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. ഹല്ലേലൂയ. ചെറുപ്പക്കാരി പെൺകുട്ടിയാണ്, ഒന്ന് ഓർക്കണം. കാഴ്ചയിൽ എന്താ? അദ്ദേഹം ആദ്യം എന്താ വിചാരിച്ച്? ആത്മീയനായ ഒരു പെൺകുട്ടി, ദൈവകൃപയുള്ളൊരു പെൺകുട്ടി, നല്ല ചെറുപ്പക്കാരി, ഇവൾ കർത്താവിനോട് അതിശക്തമായി ശോഭിക്കും. കയ്യിൽ ബൈബിളുണ്ട്, എല്ലാവരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രായം. പക്ഷെ ആ കുട്ടി ബൈബിൾ തുറന്ന് വായിക്കുന്നു, എന്തോ കുറിച്ചിടുന്നു, ദൈവം കൊടുത്ത വെളിപ്പാടുകൾ കുറിച്ചിടുന്നു. പക്ഷെ ദൈവം കൊടുത്ത വെളിപ്പാടല്ല, സാത്താൻ കൊടുത്ത വെളിവുകേടാ അവൾ അതിനകത്ത് കുഴിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തെ വെട്ടി സാത്താൻ സാത്താൻ എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. കാലം വളരെ മോശമാണ്. ഇതുപോലെ സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ, അവരോട് അകന്നു മാറുവിൻ. അവിടെയൊന്നും കർത്താവ് വന്ന് നമ്മളെ എടുത്ത് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവച്ച് തടകി തലോടി ഒന്നും കർത്താവ് ചെയ്യത്തില്ല. താങ്കൾ ചെയ്യേണ്ട പാർട്ട് താങ്കൾ ചെയ്യണം. കർത്താവ് ആകാശത്തിൽ വഴി തുറക്കുമെന്ന് ഞാൻ പറഞ്ഞു, കർത്താവ് മേഘാരൂഢനായി വരുമെന്ന് ഞാൻ പറഞ്ഞു, കർത്താവ് സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞു, കർത്താവിനും അവൻ്റെ അമിതബലത്തിനും ശക്തിപ്പെടുമെന്ന് പറഞ്ഞു, സർവായുധ വർഗം ധരിക്കാൻ പറഞ്ഞു, കർത്താവ് ഹിത്യരെ അമോര്യരും കനാന്യരെ എല്ലാം നീക്കിക്കളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നീക്കിക്കളയേണ്ടത് ഞാൻ നീക്കിക്കളയണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു മാറേണ്ടതിൽ നിന്ന് ഞാൻ അകന്നു മാറണം. എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ലാത്ത ഞാൻ ഉൾക്കൊള്ളിക്കരുത്. എൻ്റെ കൂടെ കൂട്ടാൻ കൊള്ളാത്തതിനെ ഞാൻ കൂട്ടരുത്.
കാരണം ദൈവം എനിക്കൊരു ഉപദേശം ഇട്ടിട്ടുണ്ട് എൻ്റെ അകത്ത്. ദൈവം എൻ്റെ മേലും അതാണ് നമ്മൾ പറഞ്ഞത്, സൂക്ഷിച്ചു കൊള്ളുവിൻ. കർത്താവ് അതാ പറഞ്ഞ പുറപ്പാട് പുസ്തകത്തിൽ, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനകളെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ടാണ് താഴേക്ക് പറയുന്ന അത്രയും ജാതിയെ കർത്താവ് നീക്കിക്കളഞ്ഞത്. എന്തിനാണെന്നറിയാമോ? നീ ഒന്ന് നിലനിന്ന് കാണാനാ. സുഹൃത്തെ, താങ്കളൊന്ന് നിലനിന്ന് കാണാനാ. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നീ നിലനിന്ന് കാണാനാ. ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, നീ നിലനിന്ന് കാണാനാ. നിന്നെ നിലനിർത്തത്തില്ലെന്ന് പറയുന്ന സകല സംഭവങ്ങൾ സൃഷ്ടിക്കുന്ന അതിന്റെ മൂല കാരണത്തെയും സ്വർഗം ഇന്ന് ഛേദിച്ചു കളയാൻ തയ്യാറാ. നീ ഒന്ന് നിലനിന്ന് കാണാൻ. ദൈവാത്മാവിൽ ഞാൻ പറയുക, വേണ്ടാത്ത ഉപദേശത്തിന്റെ പുറകെ പോവല്ല, വേണ്ടാത്ത സംഭവത്തിന്റെ പുറകെ പോകരുത്, വേണ്ടാത്തതിന്റെ പുറകെ പോകരുത്. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. വിശ്വാസികൾ ഒരു ആത്മീയ യുദ്ധക്കളത്തിലാണ്. വിശ്വാസികൾ ദൈവത്തിന്റെ പടയാളികളാണെന്ന് തിമോത്തിയോസിന് എഴുതിയ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. നമ്പർ 1, ഞാൻ ഇവിടെ മെസ്സേജ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. നമ്പർ 1, ദൈവം നിങ്ങൾ സൂക്ഷിക്കാനുള്ളത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണോ ദൈവം തന്നത് എന്ന് തിരിച്ചറിയുക, അത് സൂക്ഷിക്കുക. നമ്പർ 2, പുറപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്നത് പ്രകാരം ഒരു കാര്യം നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ചില ജാതികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടോടണം, ചില ജാതികൾ നമ്മളെ വിട്ടു പോകണം. അത് കർത്താവ് തന്നെ നീക്കി മാതൃക കാണിച്ചു തന്നു. ചില ജാതികൾ, ചില പോരാട്ടങ്ങൾ, ചില തന്ത്രങ്ങൾ, വെല്ലുവിളികൾ നമ്മളെ വിട്ടു പോകണം. അത് കർത്താവ് നീക്കി പുറപ്പാട് പുസ്തകത്തിൽ മാതൃക കാണിച്ചു തന്നത് കൃപായുഗത്തിൽ ജീവിക്കുന്ന താങ്കൾ അത് പിന്തുടരാനാണ്. നീക്കേണ്ടത് ജീവിതത്തിൽ നിന്ന് നീക്കണം. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ നിന്ന് അത് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഭരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ലൈഫിൽ നിന്ന് നീങ്ങണം. എന്നിട്ട് 3-ാമത്തത്, നീ പിന്തുടരണം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താ അത്? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, മാൻ ഓഫ് ഗാഡ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരണം. ഇത് പിന്തുടരുന്ന താങ്കളുടെ ജീവിതത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആകാശം തുറന്ന് മേഘാരൂഢനായി എൻ്റെ കർത്താവിൻ്റെ സഹായം നിന്റെ ജീവിതത്തിൽ വരും. നീ ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ വിട്ടിറങ്ങിയില്ലേ, ആകാശം തുറന്ന് ദൈവം നിന്റെ അടുത്ത് ഇറങ്ങി വരും. നീ ചിലതിനെയൊക്കെ വിശുദ്ധിക്ക് വേണ്ടിയും ദൈവസ്നേഹത്തിന് വേണ്ടിയും അഭിഷേകത്തിന് വേണ്ടിയൊക്കെ വിട്ടു ഓടിയില്ലേ, അതുകൊണ്ട് ആകാശം തുറന്നും നിനക്കൊരു സമയം വരുമ്പോൾ നിന്റെ അടുത്ത് സംഭവം മേഘാരൂഢനായി ദൈവിക സഹായം ഇറങ്ങി വരും. കർത്താവിന്റെ ഭക്തനായി, ഗോഡ്സ് ജനറലായി ഏലിയാവ് ഇറങ്ങിയില്ലേ, ഏലിയാവിന്റെ വിശപ്പിന്റെ സമയത്ത് മനുഷ്യനൊന്നും അവിടെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ കർത്താവ് ആകാശത്തിലൂടെ ഫ്ലൈറ്റ് അയച്ചു, കാക്കയുടെ രൂപത്തിലാണെന്ന് മാത്രം. ആമേൻ. അദ്ദേഹത്തിന് ആ കാക്കയുടെ ചുണ്ടിൽ കൊള്ളാവുന്ന അപ്പവും ഇറച്ചിയും ഏലിയാവിന് കൊടുത്തത് തന്നെ ധാരാളമായിരുന്നു. ദീർഘദൂരം ആ മനുഷ്യന് യാത്ര ചെയ്യാൻ. ഞാനൊരു ദൂത് പറഞ്ഞു വരിക കേട്ടോ. എന്നാന്നറിയാവോ, ഇവിടെ ഒരു കലം ബിരിയാണി കഴിച്ചാലും വിത്ത് ഇറച്ചി കഴിച്ചാലും വിശപ്പടങ്ങാത്ത മനുഷ്യർ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു കാക്കക്കുഞ്ഞിന് ഒരു കാക്കപ്പക്ഷിയുടെ വായിൽ കൊള്ളുന്നത്ര അപ്പക്കഷ്ണവും ഇറച്ചിയും കൊണ്ട് കൊടുത്തിട്ട് ഏലിയാവ് പോഷിപ്പിക്കപ്പെട്ടു, ദീർഘദൂരം യാത്ര ചെയ്തു, അസാധാരണ വീര്യപ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളുടെ ഇത്രയും വലിയ പ്രശ്നത്തിന് അതിനേക്കാൾ വലിയ സംഭവവും അതിനേക്കാൾ വലിയ ബഹളമൊന്നും വേണ്ട. നിങ്ങളുടെ പ്രശ്നത്തിന് അവിടുന്ന് ഒരു ഡ്രോപ്പ്
ഡ്രോപ്പ് മതി പരിഹാരം കിട്ടാനായിട്ട്. അതാ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. ഒരു ഡ്രോപ്പ് മതി, വചനത്തിന്റെ ഒരു അംശം മതി, ദൈവശക്തിയുടെ ഒരു അംശം മതി, ദൈവകൃപയുടെ ഒരു അംശം മതി പരിഹാരം വെളിപ്പെടാനായിട്ട്. ഞാൻ അതിലെല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എടാ, മുകളിൽ നമുക്കൊരു സങ്കേതമുണ്ട്, താഴെ ഒരു നല്ല ശാശ്വത ഭുജമുണ്ട്. ആര് പിടിക്കാനില്ലെങ്കിലും ആ ശാശ്വത ഭുജത്തിൽ പിടിക്കാൻ കർത്താവ് ചില ശേഷിപ്പിനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ശേഷിപ്പുകളോട് ദൈവാത്മാവ് പറയുന്നു, നീ ആ ഭുജത്തിലേക്കൊന്ന് നോക്കിയേ, ദൈവം നിനക്ക് അതിന്മേൽ തൊടാനൊരു അധികാരം തരും. നിനക്കതിനെ തൊടാനൊരു അധികാരം കർത്താവ് തരും. ആ ഭുജത്തിന്മേൽ തൊടാനൊരു അധികാരം. ഒരുപാട് പേര് ശ്രമിച്ചെന്നേ ഈ ഭുജത്തിലൊന്ന് തൊടാൻ, പക്ഷെ പലർക്കും അവസരം കിട്ടിയില്ല എന്ന സത്യം നിലനിൽക്കുമ്പോൾ ഇന്ന് ആ ഭുജത്തിന്മേൽ തൊടാൻ, അതിൽ നിന്നൊന്ന് പ്രാപിക്കാൻ, അതിനെ ഒന്ന് സ്വീകരിക്കാൻ കർത്താവ് നമുക്കൊരവസരം തന്നാൽ അത് പ്രാപിക്കാൻ മനസ്സുള്ളവർ മാത്രം. നിനക്കെതിരെ ദൃഷ്ടി വെച്ചതിനെ ദൈവത്തിന്റെ ഭുജം ഇന്ന് ക്യാൻസൽ ചെയ്യും കുഞ്ഞെ. നിനക്കെതിരെ ദൃഷ്ടി വെച്ചതിനെ ദൈവത്തിന്റെ ഭുജം ക്യാൻസൽ ചെയ്യും. നിനക്കൊരു വീണ്ടെടുപ്പുണ്ട്. കർത്താവ് ചിലരോട് പറയാ, നിന്നെ വീണ്ടെടുക്കുന്ന ഒരു ദിവസം. വീണ്ടെടുക്കുന്ന ഒരു ദിവസം. ദൈവത്തിന്റെ ഭുജം വീടുകൾക്കകത്തേക്ക് നീളുന്നു. ദൈവത്തിന്റെ ഭുജം ഞാനിത് പറയുമ്പോൾ തന്നെ എല്ലാ ആത്മീയ അന്ധതയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ആ ഭുജം ഞാൻ കാണും. ഗോഡ്സ് ഗ്ലോറി ഞാൻ കാണും. ഏഞ്ചൽസിനെ ഞാൻ കാണും. സോലോഗോ ഷഥേ ബാബ കോട്ടോനോബോ സന്റേനിയ റോട്ടോ ഫയർ. ഓ ജീസസ്, ഒരു വസ്ത്രത്തിന്റെ മേൽ തീ പിടിക്കുന്നത് പോലെ ദൈവത്തിന്റെ തീ ചിലരുടെ മേൽ പടരുകയാണ്. ഒരു വസ്ത്രത്തിൽ തീ പിടിക്കുന്നത് പോലെ. In the name of God, ഞാൻ ഇന്ന് പ്രവചിക്കുന്നു, എല്ലാ ഭൗമികവും ആത്മീയവും ആകുന്ന തടസ്സങ്ങളെ ദൈവത്തിന്റെ ഭുജം ഇന്ന് തകർക്കട്ടെ. ഇരുട്ടിന്റെ കോട്ടകൾ ഇടിയട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുമാറട്ടെ. ദുരാത്മ മണ്ഡലം യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ശത്രു പണിതത് യേശുവിന്റെ കരം പൊളിക്കട്ടെ. പിശാചും സാത്താനുമായവൻ പണിതത് യേശുവിന്റെ ഭുജം തകർക്കട്ടെ. നീ ചിലതിനെ പിന്തുടരാനുള്ളവനാ. യേശുവിന്റെ ദൈവത്തെ പോലെ വേറെ ഒരുത്തനുമില്ല. കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ. നിന്റെ മുമ്പിൽ നിന്ന് ചിലത് വിട്ടുമാറാൻ പോവാ. വിശ്വാസികൾ ഇപ്പൊ പോരാടുന്നത് ആത്മീയ എതിരാളികളോടാണ്. ഓ ചൂടാമാനരബദ ശബ്ദുന റിഗൽകന. ഓ ജീസസ് നെയിം. രഗദരഗഡഗ ശബ്ദന ബ്രിഗാധര ലഗദരഗഡഗ ജാലബക്ഷസി അംദൽ പ്രഭാധര ക്ഷൗഡദിര ഗൽഖനാദിരൽഖനാദി അന്തുര ശബ്ദൽ ഖബനഗഡഗ. തെസലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകർന്നു നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. നിങ്ങൾ ആരെയാ വിളിക്കുന്നതെന്നറിയാവോ? നിങ്ങൾ ആരെയാ സേവിക്കുന്നതെന്നറിയാവോ? എൻ്റെ അരികിൽ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ. എൻ്റെ അരികിൽ ഇറങ്ങി വരാൻ കഴിയുന്ന, നിങ്ങൾ വളർത്തി വലുതാക്കിയവർ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചും കൈത്താങ്ങിയും വിട്ടവർ പോലും നിങ്ങളെ ഓർക്കുന്നില്ലെങ്കിൽ, ഞാൻ തുടക്കം മുതൽ ഈ അവസാനം വരെ ഞാൻ പറയുന്നത് ഇതാ സുഹൃത്തേ, എൻ്റെ അടുത്ത് ഇറങ്ങി വരുന്നൊരു ദൈവം.
അവൻ അഗ്നിജ്വാലയിൽ ഇറങ്ങുമെന്ന് തെസ്സലോനിക്കർക്ക് പറയുമ്പോൾ, അവൻ മേഘാരൂഢനായി ഇറങ്ങുമെന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുമ്പോൾ, അവൻ ഇന്ന് എന്റെ അടുത്തുണ്ടെന്ന് ഞാൻ എന്റെ ആത്മാവിൽ നിങ്ങളോട് പറയുക. എന്റെ യേശുവേ, നീ ഞങ്ങളുടെ അടുത്തുള്ളതിനായി സ്തോത്രം. എന്റെ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ അരികിലുള്ളതിനായി സ്തോത്രം. എന്റെ ജനത്തെ തൊടണമേ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ജനത്തെ സ്പർശിക്കേശുവേ. ഇപ്പോൾ രോഗികളുടെ മേൽ അങ്ങയുടെ കരം വെക്കണമേ. പാപികളെ ഇപ്പോൾ മാനസാന്തരപ്പെടുത്തണമേ. പിന്മാറ്റക്കാരെ മടക്കി വിളിക്കണമേ കർത്താവേ. പൈശാചിക ബാധകൾക്കകത്ത് കിടക്കുന്നവരെ പുറത്തെടുക്കണമേ യേശുവേ. ഇരുട്ടിന്റെ ശക്തികളെ തകർക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് വിരോധമായി പറഞ്ഞതും നോക്കിയതും എഴുതിയതുമാകുന്ന സകലതും ഇപ്പോൾ ദൈവ തീയിൽ കത്തി മാറിപ്പോകണം യേശുവേ. In the mighty name of Jesus. എല്ലാ ഇരുട്ടിന്റെ കോട്ടകൾ ഇടിയട്ടെ ദൈവത്തിന്റെ ശക്തിയുള്ള ഭുജത്താൽ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ശാശ്വത ഭുജം, ആകാശത്തിന്റെ കീഴിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ഭുജം വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യട്ടെ. അടഞ്ഞുപോയ വാതിലുകൾ, നന്മയുടെ വാതിലുകൾ, വിടുതലിന്റെ വാതിലുകൾ, ആത്മാവിന്റെ വാതിലുകൾ, ശാശ്വത ഭുജമേ തുറക്കുക. In the name of Jesus. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആ ഭുജത്തെ ഞങ്ങൾ തൊടുകയാണ്. അവിടുന്ന് അങ്ങനെ ചെയ്ത കൃപയ്ക്ക് നന്ദി. എല്ലാ മഹത്വം അങ്ങേയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ഈ നമ്പറിൽ നിങ്ങൾ അറിയിക്കുക. ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വളരെ സഹായകരമായിരിക്കും. ഞങ്ങളുടെ മീറ്റിംഗ് ടൈമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക്, വൈകുന്നേരം 6:30 മണിക്ക്, 2 നേരം കർത്താവിൻ്റെ വചനം ഇതിനകത്ത് ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾക്ക് അത് പ്രയോജനമാകുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും കൂടെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും കൂടെ ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനുള്ള സമയമാണ്. അതിന് വളരെ ചുരുക്കം വാക്കിൽ അന്നമാൻറ്റി ഒരു വാക്ക് ഇന്ന് ജോയിൻ ചെയ്ത ദൈവമക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, അങ്ങയുടെ വചനത്തിന്റെ കീഴിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ ജീവിതങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ വചനം കേട്ട എല്ലാ വ്യക്തികൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ ശക്തി കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള ഭുജത്തിന് കീഴിലൊന്ന് താങ്ങണമേ കർത്താവെ. യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരുത്തനുമില്ലല്ലോ. മേഘാരൂഢനായി വന്ന് സഹായം ചെയ്യുന്ന ദൈവമേ, സകല ആമിക്കയറുകളെ തകർക്കണമേ കർത്താവെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണമേ കർത്താവെ. ഞങ്ങളോട് ചേർത്ത് നിൽക്കുന്നവരെ, ഞങ്ങളോട് വിരോധിക്കുന്നവരുടെ മധ്യം ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിനായി വീരമുള്ള ഭുജം കൊണ്ട് വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ക്രമീകരിച്ചുകൊണ്ടുപോകാൻ സഹായിക്കണമേ കർത്താവെ. വചനം കേട്ട് ഞങ്ങളെ ചതിപ്പനിടിയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ കീഴിൽ ഞങ്ങളെ നിർത്തണമേ കർത്താവെ. അങ്ങോട്ട് പറ്റിയിരിപ്പാൻ സഹായിക്കണമേ. ആത്മാവിന്റെ നിറവ് ഞങ്ങളെ ഇരുത്തിയല്ലോ കർത്താവെ. പുതിയ പ്രഭയും പുതിയ ശക്തിയും പുതിയ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കും. റോക്കാല സേക്കെ റിയ ദാൽ ബേഷോ ഡിബിയ അപ്പാഗാസ്പി കലാരിയ അപ്പോറിക്കൽ ബെട്ട ഭൗഷി ഷുഡാര സെസന്ദ കരാജി ജൂഡ ഭൗഷ്യ കോരിയ. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. യൂട്യൂബ് പ്ലാറ്റ്ഫോമിലുള്ളവരെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ പറഞ്ഞ ദാസനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ആലോചന ഓരോ ദിവസം പറഞ്ഞു തരുവാൻ തക്കോണം പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി പകർന്നു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അനേകം പ്രയോജനപ്പെടട്ടെ. ആത്മാവിൽ നിറയ്ക്കണമേ. പൈശാചിക മണ്ഡലങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ കർത്താവെ. ദുർവിചാരങ്ങൾ ഉടഞ്ഞു മാറട്ടെ. എല്ലാ പ്രതികാരത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വഴിവിട്ടു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജയമെടുത്തിരിക്കാൻ, ജയം തന്നിരിക്കാൻ സ്തോത്രം. യേശു അപ്പന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.